ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം മനോമിസ് ആണ്. ഓക്കെ, മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ആനുവൽ എക്സാം, നമ്മളെ മാത്സ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമ്മളെ മിനി മാരത്തോണും കഴിഞ്ഞ ഓരോ റിവിഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതിനേക്കാൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇന്ന് നമ്മളെ മെഗാ മാരത്തോണിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സോ 7 മണിക്ക് നമ്മളെ മെഗാ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ കുട്ടികൾ മറക്കാതെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ടായിരിക്കുക. കാര്യം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇത്ര കാലമായിട്ടും എന്ത് ചെയ്യുന്നത്, എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും അത് മിസ് ചെയ്യാതെ കിട്ടട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡാറ്റ പിക്ചേഴ്സിൽ നിന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ലൈൻ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് ഡാറ്റ പിക്ചേഴ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. എൻ്റെ മക്കൾ പഠിച്ചു വെച്ച് പോകണം. ഞാൻ വീണ്ടും പറയുന്നു, ഡാറ്റ പിക്ചേഴ്സിൽ നിന്നും ലൈൻ ഗ്രാഫ് സംബന്ധിച്ച ഒരു ചോദ്യം ചോദിച്ചിരിക്കും. സോ എൻ്റെ മക്കൾ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. 2022 വ്യത്യസ്ത മാസങ്ങളിൽ ഇന്ത്യയിൽ വിറ്റ ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പന സൂചിപ്പിക്കുന്ന നേർരേഖ ചിത്രം, ലൈൻ ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലാക്കേണ്ടത് മന്തുകൾ, ഓരോ മാസങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നുള്ള രീതിയിൽ വിറ്റുപോയ കാറിന്റെ എണ്ണമാണ് എന്ത് ചെയ്തത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, 10,000, 20,000, 30,000, 40,000 ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്പേഴ്സുകൾ കൊടുത്തിരിക്കുന്നത്. ഓരോ മാസം വിറ്റുപോയുടെ എണ്ണം കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ മാത്രമേ ഇനി ചെയ്യേണ്ടതുള്ളൂ. സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് ഏതു മാസത്തിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കേണ്ടത് ലൈൻ ഗ്രാഫ് ഉയർന്നു നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നിട്ടുണ്ടായിരിക്കുക. ഏത് മാസമായിരിക്കും ഉണ്ടായിരിക്കുക? കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഉയർന്നു നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് ഏത് മാസത്തിലാണ്? ഒക്ടോബർ മാസത്തിലാണ്. ഇവിടെ ഒക്ടോബർ മാസമാണ് ഉള്ളത്. സോ ഒക്ടോബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ കാറിന്റെ വിൽപ്പന നടന്നിട്ടുണ്ടായിരിക്കുക. അത് എത്രയായിരിക്കും എന്നുള്ളത് കൂടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി വെക്കാം. എത്രയുണ്ട്? 1,40,000 കാറുകളാണ് വിറ്റത്. അപ്പോൾ അത് അവിടെ നിന്നോട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ഒക്ടോബർ എന്നുള്ള രീതിയിൽ നമ്മൾ ആൻസർ ഒന്ന് എഴുതി കൊടുക്കാം, ഒക്ടോബർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി ആകെ വിറ്റ വാഹനങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചത്. സോ ജനുവരി, ഫെബ്രുവരിയിൽ നമുക്ക് എണ്ണം കണ്ടുപിടിക്കണം. ജനുവരി ഇവിടെ ഉണ്ട്, ഫെബ്രുവരി ഇവിടെ ഉണ്ട്. സോ ജനുവരി ആൻഡ് ഫെബ്രുവരിയിൽ വിറ്റ എണ്ണം എന്ന് പറഞ്ഞാൽ 50,000-ഉം 60,000-ഉം ആയിരിക്കും. സോ ടോട്ടൽ 50,000-ഉം 60,000-ഉം കൂടെ ടോട്ടൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഞാനിവിടെ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുന്നുണ്ട്. 50,000, 60,000 ആഡ് ചെയ്യാൻ സിമ്പിൾ അല്ലേ? എത്ര വരും? 0, 0, 0, 0 and 11. സോ 1 lakh, 1,10,000 എന്ന് വരും. 1,10,000 എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് ബി ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. അടുത്ത ചോദ്യം നോക്കിക്കേ. ഫെബ്രുവരി, സെപ്റ്റംബർ മാസങ്ങളിൽ, ഫെബ്രുവരിയും സെപ്റ്റംബർ മാസങ്ങളിലുള്ള വാഹനങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി മാസം ഓൾറെഡി ഇവിടെ ഉണ്ട്. ഫെബ്രുവരി മാസത്തെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സെപ്റ്റംബർ ആണ് നമ്മളോട് ചോദിച്ചതെങ്കിൽ നമ്മൾ സെപ്റ്റംബർ കൂടെ നോക്കട്ടെ. ഇത് സെപ്റ്റംബർ എത്ര കാറുകൾ വിറ്റു? അത് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. 1,00,000 കാറുകളാണ് വിറ്റത്. അപ്പം നോക്കാം, 1,00,000-ൽ നിന്ന് നമ്മൾ ഇപ്പം എടുത്ത ഈ ഒരു ഫെബ്രുവരിയിൽ 60,000 തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? എടാ 10-ൽ നിന്ന് 6 പോയാൽ 4 അല്ലേ? ആ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കാം. 1,00,000-ൽ നിന്ന് 60,000 മൈനസ് ചെയ്ത എൻ്റെ കുട്ടികൾക്ക് 40,000 എന്ന് കിട്ടിയിട്ടുണ്ടാവും. സോ 40,000 കാറുകളുടെ വ്യത്യാസമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ആൻസർ എത്ര വരും ഇവിടെ? 40,000. ഇവിടെ കിട്ടിയത് 1,10,000 ആയിരുന്നേ. ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ചിത്രത്തിനെ അടിസ്ഥാനമാക്കി കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മക്കൾ എന്ത് ചെയ്യണം? ഗ്രാഫിലേക്ക് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും കുറവ് വിൽപ്പന നടന്നത് മെയ് മാസത്തിലാണെന്ന് പറയുന്നു. ഏറ്റവും കുറവ് വിൽപ്പന നടന്നത് മെയ് മാസത്തിലാണോ? നമുക്കൊന്ന് ഗ്രാഫ് നോക്കിയേക്കാം. ഗ്രാഫ് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ തൽക്കാലത്തേക്ക് ഇതൊക്കെ മയക്കുന്നില്ല കേട്ടോ, അങ്ങനെ തന്നെ വെക്കുന്നത്, നിങ്ങൾക്കത് ഒന്നുകൂടെ ഉത്തരം ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഗ്രാഫ് അടിസ്ഥാനത്തിൽ ഏറ്റവും താഴെ നമ്മൾ അല്ലെങ്കിൽ മയച്ചേക്കാം. കാര്യം എന്താ വെച്ചാൽ ഈ വരകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഗ്രാഫ് അടിസ്ഥാനത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് ആരാണ്? ജനുവരി മാസമാണ്. സോ ജനുവരി മാസം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തല്ല, നമ്മളെ എ പ്രസ്താവന ശരിയല്ല എന്ന് പറയാം. മെയ് മാസമാണോ? അല്ല, ജനുവരി മാസമായിരുന്നു വേണ്ടത്. സോ ഈ പ്രസ്താവന ശരിയല്ല. നമ്മളോട് ശരിയായത് ആരാണെന്നാണ് ചോദിച്ചത്. അടുത്തത്, 2 മാസങ്ങളിൽ 1,00,000-ൽ കൂടുതൽ വിൽപ്പന നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം നോക്കാം, 2 മാസങ്ങളിൽ 1,00,000-ൽ കൂടുതൽ വിൽപ്പന നടന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കണം, 1,00,000 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. അതെവിടെയാ? സെപ്റ്റംബർ മാസം. സോ സെപ്റ്റംബർ മാസത്തിന് ശേഷം ആകെ വിൽപ്പന നടന്നത്, 1,00,000-ന് മേലെ വിൽപ്പന നടന്നത് ഒക്ടോബർ മാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 മാസങ്ങളിൽ വിൽപ്പന നടന്നു എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന തെറ്റാണ്. ആകെ ഒരു മാസത്തിൽ മാത്രമേ 1,00,000-ന് മേലെ വിൽപ്പന നടന്നിട്ടുള്ളൂ. സോ നമ്മളെ ബി ഓപ്ഷനും എന്താണ്? പ്രസ്താവന തെറ്റാണ്. അടുത്തത് നോക്കാം. ഫെബ്രുവരി, മെയ് മാസത്തിലെ വിൽപ്പന തുല്യമാണെന്നാണ് പറയുന്നത്. ഫെബ്രുവരിയിലെയും മെയ്യിലെയും. അപ്പം ഞാൻ എന്ത് ചെയ്തു? അതെടുത്തു.
ഞാൻ എടുത്തേക്ക് പോവുകയാണത്. ഫെബ്രുവരി മാസത്തെ ഇവിടെ, മെയ് മാസത്തെ ഇവിടെ അല്ലേ? കറക്റ്റ് ആണല്ലേ? നോക്കിക്കേ, ഫെബ്രുവരിയും മെയ് മാസത്തിലെയും വിൽപ്പന കറക്റ്റ് ആയിട്ടാണ് വരുന്നത്, തുല്യമാണ്. അപ്പൊ ആ പ്രസ്താവന ശരിയാണെന്ന് നമുക്ക് കിട്ടി. സോ ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? പ്രസ്താവന ശരിയാണ്. ഇനി ഡി പ്രസ്താവനയും കൂടെ നമുക്ക് നോക്കിയേക്കാം. എല്ലാ മാസവും 60,000 കൂടുതൽ വിൽപ്പന നടന്നിട്ടുണ്ട്. ഉണ്ടോ? എല്ലാ മാസത്തിലും 60,000 കൂടുതൽ ഉണ്ടോ? ഇല്ല. ജനുവരി മാസത്തിൽ എത്രയാണ്? 50,000 ആണ്. അപ്പോൾ ആ ഒരു പ്രസ്താവനയും തെറ്റാണെന്ന് കിട്ടി. സോ ആകെ നമുക്ക് സി എന്ന് പറയുന്ന പ്രസ്താവന മാത്രമേ ഇവിടെ ശരിയായിട്ടുള്ളൂ. എന്നാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ചിത്രത്തെ അടിസ്ഥാനമാക്കി ഒരു ചോദ്യം തയ്യാറാക്കുക, അതിന് ഉത്തരം നിങ്ങൾ എന്നെ എന്ത് ചെയ്തു പറഞ്ഞു നോക്കൂ. സോ ഈ ഒരു ലൈൻ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. സോ നിങ്ങളേതായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മളെ കമന്റ് ബോക്സിൽ പറയുക. അതൊക്കെ ശരിയായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പരിശോധിച്ച് നോക്കാം. സോ അതിന് കൂടെ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഇനി കടക്കാൻ പോകുന്നത് നമ്മുടെ UP സെക്ഷനിൽ തന്നെ ഏറ്റവും വലിയ സീനിയേഴ്സ് ആവാൻ വേണ്ടി പോവാണല്ലേ. അപ്പോൾ സീനിയേഴ്സ് ആവാൻ പോകുന്നതിന് മുൻപേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പം നിങ്ങളെ മുൻപിലേക്ക് വെക്കുന്നത് നമ്മളെ അവഞ്ചേഴ്സ് ബാച്ചാണ്. ഒരുപാട് പേര് നമ്മളെ ബാച്ചിൽ ഇപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞു. കാര്യം USS എക്സാം ഒക്കെ വരാൻ പോവാണല്ലേ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് സെറ്റായിട്ട് എന്താക്കാൻ പറ്റുള്ളൂ. യെസ്, നമ്മൾ ആനുവൽ എക്സാം വരെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എൻ്റെ മക്കളെല്ലാവരും നമ്മളെ അവഞ്ചേഴ്സ് ബാച്ചിൽ ഉണ്ടായിരിക്കാം. നമുക്ക് ഇനി ബാച്ചിൽ വെച്ച് കാണാം. അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ ചോദ്യത്തിൻ്റെ ആ ഒരു കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറഞ്ഞതിൻ്റെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. എല്ലാവരുടെയും കമൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കും. മറക്കണ്ട, ഇന്ന് 7 മണിക്ക് മെഗാ മാരത്തോണും ഉണ്ട്. അവിടെയും വെച്ച് കാണാം. ബൈ ബൈ.